നമസ്കാരം. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ക്ലാസ് എടുക്കുന്നത്. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് എന്ന ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒപ്പം അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ MCQസും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എങ്ങനെ ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. എന്താണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് അഥവാ GM ഫുഡ് എന്ന് പറയുന്നത്? ദീസ് ആർ ഫുഡ്സ് produced by organisms where specific desired changes have been introduced into the organism's DNA using methods of genetic engineering. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് മെത്തേഡ് വഴി ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഒക്കെ ജനറ്റിക് ആ ഒരു ജനിതക ഘടനയിൽ ആ ഒരു DNA ചേഞ്ചസ് വരുത്തി അതുവഴി നമുക്ക് നല്ല ഭക്ഷണം, നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രോപ്പ് ഐറ്റം ആണെങ്കിൽ അതിനൊരു ഡിസൈർഡ് ക്വാളിറ്റീസ് ഉള്ള ഐറ്റംസിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക. അതാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റൈസ് വെറൈറ്റി നോക്കാം. അപ്പോൾ അതിന് സലൈനിറ്റി ടോളറൻസ് ഉള്ള ട്രയറ്റ്സ്, അതുപോലെ ഡിസീസ് റെസിസ്റ്റൻസ്, ഇതൊക്കെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി. പിന്നെ അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ന്യൂട്രീറ്റീവ് വാല്യൂ കൂട്ടാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗോൾഡൻ റൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അതൊക്കെ വൈറ്റമിൻ എയുടെ പ്രിക്കേഴ്സറായ ബീറ്റ കാരോട്ടിൻ, അതിൻ്റെ ബയോസിന്തസിസിന് സഹായിക്കുന്ന ജീനാണ് നമ്മളതിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് വഴി നമുക്ക് നല്ല ഭക്ഷണത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ DNA ആൾട്ടർ ചെയ്തുകൊണ്ട്. അത്രേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഹെർബിസൈഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ. പിന്നെ ബെറ്റർ ടെക്സ്ചർ, ഫ്ലേവർ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ, അതുപോലെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലേവർ സാവർ ടൊമാറ്റോ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നത്? ഷിപ്പിംഗ്, ഇപ്പോൾ ഒത്തിരി ദൂരമൊക്കെ നമുക്കിതിനൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കണം. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന രീതിക്ക് ഫുഡിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഹങ്കർ എന്നുള്ളത് അല്ലെങ്കിൽ വിശപ്പ് എന്നുള്ളത് നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ ആയ രീതിയിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് എഡിബിൾ വാക്സിൻസ്, അതുപോലെ ഇപ്പോൾ അഡ്വേഴ്സ് ക്ലൈമറ്റിക് കണ്ടീഷൻസിലൊക്കെ ഉള്ള, ഇപ്പം നല്ല ഒരുപാട് തണുപ്പുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് പക്ഷേ ഒരു മോഡറേറ്റ് ക്ലൈമറ്റിൽ ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കണം. അപ്പോൾ അതിനെയൊക്കെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് അങ്ങനെ സാധിക്കും. അതുപോലെ ഇപ്പോൾ സലൈൻ വാട്ടർ ആണ്, അപ്പോൾ നമുക്ക് അവിടെ ഒരു റൈസ് വെറൈറ്റി ഗ്രോ ചെയ്യണം. അപ്പോൾ സലൈനിറ്റി ടോളറൻസ് ഉള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ഐറ്റംസ്. പിന്നെ ഉള്ള ഒരു ബെനിഫിറ്റാണ് ഡെവലപ്മെൻറ്റ് ഓഫ് എഡിബിൾ വാക്സിനേഷൻസ്. ഇതെന്താണെന്ന് വെച്ചാൽ ദ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓഫ് പ്ലാന്റ്സ് has the potential to produce edible plant vaccines that could be used to immunize individuals. ഒരുപാട് ഡിസീസസിനെതിരെയുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസിന്, അതായത് ഇപ്പോൾ കോളറ മുതൽ എയ്ഡ്സ് വരെയുള്ള പല ഇൻഫെക്ഷ്യസ് ഡിസീസസിനെതിരായിട്ടും നമുക്ക് എഡിബിൾ വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി. ഇതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഇൻസെക്ട് റെസിസ്റ്റൻസ്, അതുപോലെ സലാനിറ്റി റെസിസ്റ്റൻസ്, അതുപോലെ ഡ്രൗട്ട് റെസിസ്റ്റൻസ്, ഹെർബിസൈഡ് റെസിസ്റ്റൻസ്, പിന്നെ ഷെൽഫ് ലൈഫ് കൂട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് GEACയെ കുറിച്ചാണ്. ഈ GEAC നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒന്നാണ്. ഒന്നെങ്കിൽ GEAC സ്റ്റാൻഡ്സ് ഫോർ, അതിൻ്റെ അബ്രിവേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിക്കാറുണ്ട്. എന്തായാലും അതൊന്ന് പഠിച്ചു വയ്ക്കുക. GEAC എന്ന് പറഞ്ഞാൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാണ്.
ഓർക്കുക, ഓപ്ഷനിൽ അപ്രൂവ്ഡ് കമ്മിറ്റി ഒന്നും ഉണ്ടാകും. ആദ്യം ഇതിൻ്റെ പേര് അപ്രൂവ്ഡ് കമ്മിറ്റി എന്നായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് അപ്രൈസൽ കമ്മിറ്റിയാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. ഓക്കെ, ഇനി എന്താണ് ഈ GEAC? ഇറ്റ് ഈസ് എ കമ്മിറ്റി ദാറ്റ് ഫങ്ഷൻസ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഓഫ് ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിന്റെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986ന്റെ ബേസിസിലാണ്. എന്താണ് ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടും നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സും തമ്മിലുള്ള ബന്ധമെന്ന് നോക്കാം. അണ്ടർ ദ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, rules for manufacture, use, import, export and storage of hazardous microorganisms and genetically engineered organisms or cells. ഇതിനെക്കുറിച്ചൊക്കെയുള്ള റൂൾസ് ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിലാണ് ഉള്ളത്. ഇതിനെ ബേസ് ചെയ്ത് ഫോം ചെയ്ത ഒരു കമ്മിറ്റിയാണ് നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? Genetic Engineering Appraisal Committee is responsible for granting permits to conduct experimental and large-scale open-field trials and also grant approval for commercial release of biotech crops. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിനുള്ള ഒരു ആക്സെപ്റ്റൻസ് കുറവാണ്. കാരണം കുറേ റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ കുറേ എത്തിക്കൽ ഇഷ്യൂസ്, അങ്ങനെ അല്ലെങ്കിൽ ഇത് അലർജിക്കാണ്, എന്തെങ്കിലുമൊക്കെ ഡിസീസസ്, അല്ലെങ്കിൽ നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് അല്ല, അങ്ങനെയൊക്കെ കുറേ വിശ്വാസങ്ങളും ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസസൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പൺ ഫീൽഡ് ട്രയൽസും അതുപോലെ കൊമേഴ്ഷ്യലൈസേഷനും ഒക്കെ ഒരുപാട് കടമ്പകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടീഷൻസും പെർമിഷൻ നൽകേണ്ട കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. ഇനി GM ലേബലിംഗ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൻ്റെ ലേബലിങ്ങിനെ കുറിച്ച് നോക്കാം. ആസ് പെർ Prevention of Food Adulteration Act 1955, a genetically modified food derived therefrom, whether it is primary or processed, or any ingredient of food additives or any food product that may contain genetically modified material shall be compulsorily labeled without any exception. The label of imported genetically modified food should also indicate that the product has been cleared for marketing and use in the country of origin, so that the verification, if needed, can be taken up with the country without having the resort to testing. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ ഒരു പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് 1955 പ്രകാരം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാം കമ്പൽസറിലി ലേബൽ ചെയ്തിരിക്കണം. അതുപോലെ ഏതെങ്കിലും ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിനെ എക്സ്പോർട്ട് ചെയ്യാമെന്ന് വെക്കാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മളിതിനെ ഇമ്പോർട്ട് ചെയ്താന്ന് വെക്കാം. അപ്പോൾ എവിടെയാണോ അതിൻ്റെ ഒറിജിൻ അത് കൃത്യമായി ആ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൽ ലേബൽ ചെയ്തിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകണമെങ്കിൽ നമുക്ക് കൺട്രി ആയിട്ട് കോൺടാക്ട് ചെയ്യാം. സോ രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് ആ പാക്കേജിൽ ലേബൽ ചെയ്തിരിക്കണം. ഒപ്പം കൺട്രിയുടെ പേരും കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് MCQs കൂടി ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്, അതിൻ്റെ ലേബലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ നിന്ന് എങ്ങനെയൊക്കെ MCQs വന്നാലും എക്സാമിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്നു അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒരു 10-15 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും ചോദിക്കാന്നൊക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് DMH11 ഈസ് എ ജനറ്റിക്കലി മോഡിഫൈഡ് വെറൈറ്റി ഓഫ്. അപ്പോൾ DMH11 എന്ത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പിന്റെ വെറൈറ്റി ആണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻ A ടൊമാറ്റോ, ഓപ്ഷൻ B കോക്കനട്ട്, ഓപ്ഷൻ C മസ്റ്റാർഡ്,
option D is brinjal, and option E is tobacco. Correct answer is mustard. അപ്പോൾ മസ്റ്റാർഡിൻ്റെ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡിൻ്റെ ഒരു വെറൈറ്റിയാണ് DMH11. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. BT brinjal was developed for എന്തിനു വേണ്ടിയാണ് BT brinjal ഡെവലപ്പ് ചെയ്തതെന്ന് ആണ് ചോദ്യം. ആദ്യത്തെ ഓപ്ഷൻ ഡ്രൗട്ട് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ബി സലൈനിറ്റി ടോളറൻസ്, ഓപ്ഷൻ സി ഇൻസെക്ട് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി is both A and B, ഓപ്ഷൻ ഇ both A and C. Correct answer is both A and C. അതായത് BT brinjal was developed for drought resistance and insect resistance. അപ്പോൾ ഡ്രൗട്ട് റെസിസ്റ്റൻസിനും ഇൻസെക്ട് റെസിസ്റ്റൻസിനും വേണ്ടിയാണ് നമ്മുടെ BT brinjal ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഫുഡ് യൂസ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ഇൻ ദ പ്രൊഡക്ഷൻ ലാർജ് എക്സ്റ്റെൻറ്റ്? അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിനെ ഉപയോഗിച്ച് ഏത് ഫുഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫ്രൂട്ട്സ്, ഓപ്ഷൻ ബി വെജിറ്റബിൾസ്, ഓപ്ഷൻ സി ചീസ്, ഓപ്ഷൻ ഡി മീറ്റ്. കറക്റ്റ് ആൻസർ ഈസ് ചീസ്. അപ്പോൾ ചീസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നത്. എന്തായിരിക്കും? മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ചീസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഓർക്കുക, ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിനെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗോൾഡൻ റൈസ് വാസ് ക്രിയേറ്റഡ് ബൈ വില്യം ഹാംലെറ്റ്, കാൾ ജീൻ, ഇൻഗോ പൊട്രിക്കസ്, ആൽഫ്രഡ് ഹാമർ. കറക്റ്റ് ആൻസർ ഈസ് ഇൻഗോ പൊട്രിക്കസ്. ഇൻഗോ പൊട്രിക്കസ് മാത്രമല്ല, പീറ്റർ ബെയറും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഗോൾഡൻ റൈസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഓർക്കുക, ഇൻഗോ പൊട്രിക്കസ് ആൻഡ് പീറ്റർ ബെയർ ഇവരാണ് ഗോൾഡൻ റൈസ് ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗോൾഡൻ റൈസ് ഇസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ ജീൻ വിച്ച് ബയോസിന്തസൈസസ്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ സി, ഓപ്ഷൻ സി ബീറ്റ കരോട്ടിൻ, ഓപ്ഷൻ ഡി ആന്തോസയാനിൻ. കറക്റ്റ് ആൻസർ ഈസ് ബീറ്റ കരോട്ടിൻ. ഓപ്ഷനിൽ വൈറ്റമിൻ എ ഉണ്ട്, പക്ഷേ നോക്കുക ബീറ്റ കരോട്ടിനും ഉണ്ട്. അപ്പോൾ ബയോസിന്തസിസ് ഓഫ് വൈറ്റമിൻ എ പ്രിക്കഴ്സറാണ് ഗോൾഡൻ റൈസ്. അപ്പോൾ ഗോൾഡൻ റൈസ് ബയോസിന്തസിസ് ഓഫ് വൈറ്റമിൻ എ പ്രിക്കേഴ്സർ, വൈറ്റമിൻ എയുടെ പ്രിക്കേഴ്സർ ആണ് നമ്മുടെ ബീറ്റ കരോട്ടിൻ. അപ്പോൾ ഓപ്ഷനിലുണ്ട് നമ്മുടെ വൈറ്റമിൻ എ, പക്ഷേ കുത്തേണ്ടത് ബീറ്റ കരോട്ടിൻ ആണ്. ഓക്കെ, എന്താണ് ബീറ്റ കരോട്ടിൻ? പ്രിക്കേഴ്സർ ഓഫ് വൈറ്റമിൻ എ. ഇനി if the maximum residue level of genetically modified ingredients reaches -%, food products will have to display a message on their packaging that they contain GM food. അപ്പോൾ GM ഫുഡ് എന്ന് ആ പാക്കേജിങ് ലേബൽ ചെയ്യണമെങ്കിൽ എത്ര റെസിജ്വൽ ലെവൽ വേണം എങ്കിലും അതിൻ്റെ മാക്സിമം ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 5%, ഓപ്ഷൻ ബി 1%, ഓപ്ഷൻ സി is 10%, and ഓപ്ഷൻ ഡി is 12%. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1%. അപ്പോൾ 1% ഉണ്ടെങ്കിൽ പോലും ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് എന്ന് പാക്കേജിൽ കൃത്യമായി ലേബൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് TI plasmids are extensively used in the production of ഓപ്ഷൻ എ SCP, single cell protein. ഇനി ഓപ്ഷൻ ബി ഈസ് ട്രാൻസ്ജനിക് ആനിമൽസ്, ഓപ്ഷൻ സി ഈസ് ട്രാൻസ്ജനിക് പ്ലാന്റ്സ്, ആൻഡ് ഓപ്ഷൻ ഡി ഈസ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. TI പ്ലാസ്മിഡ്. എന്താണ് TI പ്ലാസ്മിഡ്? ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്. നമ്മുടെ BT കോട്ടനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായിരിക്കും? ട്രാൻസ്ജനിക് പ്ലാന്റ്സ്. ട്രാൻസ്ജനിക് പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് മെയിൻലി TI പ്ലാസ്മിഡ്സിനെ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗ്രോബാക്ടീരിയം ഇൻഫെക്ഷൻ ഓൺ പ്ലാന്റ്സ് കോസസ്. ഓപ്ഷൻ എ സിട്രസ് കാങ്കർ, ഓപ്ഷൻ ബി ക്രൗൺ ഗാൽ ട്യൂമർ,
ഓപ്ഷൻ സി സിസ്റ്റിക് ഫൈബ്രോസിസ് ആൻഡ് ഓപ്ഷൻ ഡി ഹണ്ടിങ്ടൺസ് ഡിസീസ്. അപ്പോൾ അഗ്രോബാക്ടീരിയം ഇൻഫെക്ഷൻ ഓൺ പ്ലാന്റ്സ് മൂലമുണ്ടാവുന്ന ഡിസീസ് ഏതാണ്? ഓപ്ഷൻ ബി ക്രൗൺ ഗാൽ ട്യൂമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. BT brinjal was developed by option A Mahco, option B Calgene, option C JNTBGRI, option D BST. Correct answer is Mahco. എന്താണത്? മഹാരാഷ്ട്ര ഹൈബ്രിഡ് സീഡ് കമ്പനി. അപ്പോൾ മഹാരാഷ്ട്ര ഹൈബ്രിഡ് സീഡ് കമ്പനിയാണ് നമ്മുടെ BT ബ്രിഞ്ചാലിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. നേരത്തെ നമ്മൾ ഒരെണ്ണം പറഞ്ഞായിരുന്നു, ഏതാണ്? ഗോൾഡൻ റൈസ്. ആരായിരുന്നു? പീറ്റർ ബെയറും നമ്മുടെ ഇൻകോ പൊട്രിക്കസും കൂടിയാണ് ഗോൾഡൻ റൈസിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. BT ബ്രിഞ്ചാൽ ഡെവലപ്പ് ചെയ്തിരുന്നത് ആരാണ്? മഹാരാഷ്ട്ര ഹൈബ്രിഡ് സീഡ് കമ്പനി. ഇത് രണ്ടോ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്ലേവർ സവർ ടൊമാറ്റോസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ മാഹ്യാക്കോ, ഓപ്ഷൻ ബി കാൾജീൻ, ഓപ്ഷൻ സി സെയിൻസ്ബറി ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഒറോബാൻചി. കറക്റ്റ് ആൻസർ ഈസ് കാൾജീൻ. കാൾജീൻ ആണ് ഫ്ലേവർ സവർ ടൊമാറ്റോസ് ഡെവലപ്പ് ചെയ്തെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. TMV ഈസ് ആൻ. TMV എന്താണ്? ടുബാക്കോ മൊസൈക് വൈറസ്. ഈ ടുബാക്കോ മൊസൈക് വൈറസ് എന്താണ്? ഒരു DNA വൈറസ് ആണോ, RNA വൈറസ് ആണോ, അതോ ഒരു എവെറുലൻ സ്ട്രെയിൻ ആണോ? ഓർ ഓപ്ഷൻ ഡി ബോത്ത് A and C. ഏതാണ്? ടുബാക്കോ മൊസൈക് വൈറസ് ഈസ് ആൻ RNA വൈറസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ചു ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് പഠിച്ചു, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടർന്നും ഇങ്ങനെ തന്നെ പോവാം. അതാകുമ്പോൾ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആകും, അതുപോലെ MCQസും ക്ലിയർ ആവും. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. Thanks for watching.